പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുക്കുന്നത് 10/12/2022. സോ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വരുമ്പം എൻ്റെ കസിൻ്റെ നല്ലൊരു പ്രചോദനം മൂലമാണ് ഞാൻ വന്നത്. വലിയ വിശ്വാസം ഇതൊന്നുമല്ല. ഓക്കെ, ചേച്ചി പറഞ്ഞു, വന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോഴും വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഒരു എന്തോ ഒരു നമ്മളൊരു പ്രാർത്ഥന ഇങ്ങനെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെ ഉള്ളായിരുന്നു എനിക്ക്. ഉടമ്പടിയിലൊന്നും ജീവിച്ചൊന്നുമില്ല. രാവിലത്തെയും തോന്നുവാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോഴും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതിനൊക്കെ മുന്നേ ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് ഒരു പത്രം കിട്ടിയിരുന്നു. അപ്പം ആ പത്രം വലിയ വിശ്വാസത്തോടല്ല മേടിച്ചതും. എൻ്റെ കസിൻ്റെ കുട്ടി കൊണ്ട് തന്നുകൊണ്ട് വീട്ടിലെടുത്ത് വെച്ചു, അത്ര തന്നെ. അത് എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ചുമ്മാ ഇരിക്കുമ്പം എനിക്ക് മലയാളം വലിയായിട്ട് അങ്ങനെ ഒത്തിരി ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അവിടെ ഇരിപ്പുണ്ടല്ലോ, നോക്കാം. പെതുക്കെ ഓരോ വേർഡ്സും എടുത്ത് വായിച്ച് സമയം പോയതേ മനസ്സിലായില്ല. എനിക്ക് ഡൗട്ട് തോന്നുന്ന വേർഡ്സ് എൻ്റെ മമ്മിയോടും ചോദിച്ച് അങ്ങനെ വായിച്ച് ആ പത്രം എപ്പോഴാണ് രാവിലെ ഇരുന്ന ആൾ എനിക്ക് തോന്നുന്നൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പൂർത്തിയാക്കി. അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളും വായിക്കുമ്പോഴും അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര മിറാക്കിൾ. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതാണോ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത്? അപ്പം ഞാൻ വിചാരിച്ചു, വീണ്ടും ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഉടമ്പടി എടുക്കാനായിട്ട്, പുതിയ ഉടമ്പടി എടുക്കാനായിട്ട് ഒരുങ്ങി ഇവിടെ വന്ന്. അങ്ങനെ ആദ്യത്തെ കാര്യം, എനിക്ക് ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 പ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ അറ്റംപ്റ്റ് എപ്പോഴും ബോർഡർ ലൈനിലായിരിക്കും എനിക്ക് പോകുന്നത്. കൂടി വന്ന 2-3 മാർക്കിന് പോകുന്ന ഞാൻ റിസൾട്ട്, ആ എക്സാം ഇവിടുത്തെ കിട്ടിയ നമ്മുടെ ആ കാശ് രൂപമായിട്ട് ഞാൻ പോയി എക്സാം എഴുതി. കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോയി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നല്ല പേടിയുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് 16 മാർക്സ്, പാസിംഗ് മാർക്സിനേക്കാളും 16 മാർക്സ് കൂടുതലുണ്ടായിരുന്നു. ക്ലിയർ ചെയ്തു ആഫ്റ്റർ 2 attempts. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീട്ടിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പം മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും രൂപം ഞങ്ങളുടെ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ ഫോണിലുണ്ട്, കാണേണ്ടവർക്ക് കാണാം. മൂന്നാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഡാഡിയുടെ അനിയന്, എൻ്റെ ഉപ്പാപ്പന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. നല്ല സീരിയസ് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, പരമലയിലായിരുന്നു, ഡോക്ടേഴ്സ് പറഞ്ഞു നട്ടലിനൊരു ഓപ്പറേഷൻ വേണം, സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇതില്ല, ഓപ്പറേഷൻ വേണ്ടി വരില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ എണ്ണയും ഉപ്പും ഒക്കെ ആയിട്ട് പോയി. അങ്കിളിൻ്റെ നെറ്റിക്ക് എണ്ണ തടകി കൊടുക്കാൻ പറ്റി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നു, ഓപ്പറേഷൻ വേണ്ടാന്ന് തന്നെ കേട്ടു, റെസ്റ്റ് മതി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി. ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന ഒരാൾ എണ്ണ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു മിറാക്കുലസ് ആയിട്ട് ഇപ്പോൾ ഒരു തോന്നുന്നുണ്ട്. അവരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി. പിന്നെ എൻ്റെ എനിക്ക് കിട്ടുന്ന പത്രങ്ങൾ, ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലും കടകളിലും, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന, ഞാനൊരു ടീച്ചറാണ്. അപ്പം സ്കൂളിൽ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവർക്കും കൊടുക്കും. ആ കൊടുക്കുന്നവരൊക്കെ പലരും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് പറയാറുണ്ട്, വാട്ട് എ മിറാക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തുവാ, ഇത് എവിടെയായി ഈ പള്ളിയെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയും. മുടങ്ങിക്കറുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നു. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു 10-12 പേര് തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പത്രം മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. കിട്ടുമ്പം പറയണേ, അല്ലെങ്കിൽ ഒരു 3-4-5 പത്രം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അവരുടെ കുടുംബക്കാരെയും ഇവിടെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ച് എൻ്റെ ഒരു കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവല്ലയിൽ എൻ്റെ മോളെ ഞാൻ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ ചേർക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണോ മോൾ അവിടെ എനിക്കും ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നേരത്തെ ചെയ്ത ജോലി ഞാൻ റിസൈൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. ഒറ്റ വേക്കൻസി ഉള്ളായിരുന്നുള്ളൂ, കുറേ കാൻഡിഡേറ്റ്സും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മോളെ എന്തായാലും ഞാൻ ചേർത്തു. അപ്പം എനിക്കും അവിടെ കിട്ടിയ വലിയ കൊള്ളാം. ബിക്കോസ് എനിക്ക് അവളെ നമുക്ക് മക്കളുടെ കൂടെ തന്നെ ജോലി ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഇൻ്റർവ്യൂ കൊടുത്തു. ഭയങ്കര പാടായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സെലക്റ്റഡ് ആണെന്ന് കേട്ടു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന്, ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പം പത്രം കയ്യിലുണ്ട്. പത്രം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങനെ പത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പം ഒരു പ്രായമായ ഒരു അമ്മ, എനിക്ക് തോന്നുന്നു ഒരു 75-80 വയസ്സ് എന്തായാലും കാണും. പക്ഷെ ഭയങ്കര ഫേസിലൊക്കെ ഭയങ്കര ഒരു ഒരു പ്രകാശം.
ആ ഒരമ്മ കഴുത്തയിലിട്ടേക്കുന്ന ഒരു 5 കൊന്ത, 5 അല്ല അതിൽ കൂടുതൽ കൊന്ത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഒരു 5-6 കൊന്ത, മെലിഞ്ഞൊരമ്മ, നല്ല ഐശ്വര്യം തോന്നുന്നൊരമ്മ, 5-6 കൊന്തയാണ് ഇട്ടേക്കുന്നത്. മുല്ലപ്പൂവിൻ്റെ ഒരു ബാസ്ക്കറ്റ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ കൈയാട്ടി, ഞാൻ ആ അമ്മയ്ക്ക് ഒരു പത്രം നേരത്തെ കൊടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്ത്, ഈ അമ്മ ഒന്നും മിണ്ടാതെ എൻ്റെ കയ്യിൽ നിന്ന് നല്ല പുഞ്ചിരിയോടെ തന്നെ മേടിച്ചു. ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ദൂരെ. ഞാൻ വിചാരിച്ചു എന്തു പറ്റി, ഇനി മുല്ലപ്പൂ മേടിക്കാൻ വല്ലതും പറയൂ, എന്തുവാ. അപ്പോഴും എനിക്കൊന്നും കത്തുന്നില്ല ശരിക്കും പറയാം. ചെന്ന് നോക്കിയപ്പം എന്നോട് പറയും, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിരിക്കും. ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കിയപ്പോഴത്തെ ആളിനെ കാണാനില്ല. അപ്പോൾ ഇപ്പോഴും ആ മുഖം, എനിക്കൊന്നൊരു 2.5 years ആയി ഇത് കഴിഞ്ഞിട്ട്, ഇപ്പോഴും ഈ മുഖം എൻ്റെ തെളിഞ്ഞു നിൽപ്പുണ്ട്. അതുപോലെ ഭയങ്കര ഒരു ഐശ്വര്യമുള്ള അമ്മ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കുന്ന മാതാവ് തന്നെ ആയിരിക്കും. അത് ആണ്, മാതാവ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ, എനിക്ക് സാധിച്ച അമ്മ മാതാവും ദേവകുമാരനും സാധിച്ചു തന്ന കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഞങ്ങൾ പല സെലിബ്രേഷൻ, പണ്ട് ഏത് ബർത്ത്ഡേ വന്നാലും ഏത് ഒക്കേഷൻ വന്നാലും നമ്മൾ വീട്ടിൽ തന്നെ കേക്ക് മുറിച്ച് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ഓർഫനേജിലും വിസിറ്റ് ചെയ്ത് അവരുടെ ഒപ്പം കേക്ക് മുറിച്ച് അവരുടെ ഒപ്പം ആഹാരം എന്തുണ്ടെങ്കിലും അവർക്കൊരു പങ്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിവോഷണൽ രീതിയിൽ ജീവിക്കാനും യൂട്യൂബ് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് കാണാനും മ്യൂസിക് ചാനൽസോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പം സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഒരു 5 സാക്ഷ്യം വെച്ചെങ്കിലും കാണാൻ ശ്രമിക്കും. ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കൂടാൻ ഇപ്പം ട്യൂസ്ഡേ തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരാഴ്ചയായിട്ട് സ്പ്ലിറ്റ് ചെയ്താണെങ്കിലും മാക്സിമം കൂടാൻ ശ്രമിക്കും. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം അങ്ങനെയല്ല, ട്യൂസ്ഡേ തന്നെ കൂടാൻ മാക്സിമം കൂടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇതുമൂലം പലരെയും, ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസി ആയതുകൊണ്ട് തന്നെ പലരും കൊന്ത അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പലരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി. ഇപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് കൊന്ത ചൊല്ലുന്നതെന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പം ദേവകുമാരനും മാതാവിനും 1000 നന്ദി. വ്യക്തി ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വീട്ടിലൊക്കെ മമ്മിയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി അവരെ എന്തെങ്കിലും കടിച്ച് പറയും ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാൾ, ഒട്ടും പേഷ്യൻസ് ഇല്ല. ആസ് എ ടീച്ചർ നല്ല രീതിയിൽ പേഷ്യൻസ് വരേണ്ട ഒരാളാണ്, നല്ല പേഷ്യൻ്റ് ബിഹേവിയർ വേണം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നല്ല എല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ മാക്സിമം ഞാൻ ഒന്നും പറയത്തില്ല. ഇപ്പം ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ യെസ്, ഈ നമ്മുടെ സഹായത്തിന് വേണ്ടി ആൾക്കാരൊക്കെ വരുമ്പം ഞാനൊന്നും കൊടുക്കത്തില്ല. പണ്ടത്തെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും, അത് ഇന്ന തുകയെന്നൊന്നും ഞാൻ എന്ന് വെച്ചാൽ 10 രൂപയെങ്കിൽ 10 രൂപ ഓക്കെ അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എൻ്റെ പേഴ്സിൽ അത് ഏത് തുകയാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. 500 എങ്കിൽ 500, അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ. ലാസ്റ്റ് നോട്ടാണെങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ഞാൻ വിചാരിക്കും സാരമില്ല, ATM എടുക്കാം, എന്നാൽ പോലും എൻ്റെ നോട്ട് തീർന്ന് കയ്യിലിരിക്കുന്ന അവസാനത്തെ നോട്ടായാലും എടുത്തു കൊടുക്കാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ഇവിടുത്തെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടും അച്ഛൻ്റെ ധ്യാനം കൂടിയൊക്കെ തന്നെയാണ് ആ ഒരു ബിഹേവിയറിലോട്ട് വന്നെത്താൻ പറ്റിയത്. അങ്ങനെ കുടുംബത്തിലായാലും നല്ല സമാധാനമുണ്ട്. ഞാൻ വഴക്കിട്ടിങ്ങനെ മൂശാട്ട പിടിച്ചിരുന്നാലും ഇപ്പം ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സമാധാനമുണ്ട് താനും. അപ്പം ഇതൊക്കെ